ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അരവിന്ദൻ നേരെ ഈ വിശ്വനെ വിളിക്കുകയാണ്. അപ്പോൾ വിശ്വനെ വിളിച്ച് അനിരുദ്ധ എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധോ, ഏത് അനിരുദ്ധ? അനിരുദ്ധ ഇവിടെ ഒന്നും വന്നില്ലല്ലോ, ഞങ്ങൾ അനിരുദ്ധനായിട്ട് യാതൊരു ബന്ധവുമില്ല, അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരവിന്ദനാണെങ്കിൽ ആകെ ടെൻഷൻ. അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, അവൻ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്നില്ലെന്നാണോ പറയുന്നത്? ഞങ്ങൾ അവനെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, അവൻ ഞങ്ങളുടെ അടുത്തൊരു വന്നിട്ടുമില്ല, ഞങ്ങൾക്ക് അനിരുദ്ധിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ ഈ അരവിന്ദനും അതേപോലെ തന്നെ രഞ്ജിതയും കൂടി ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുകയാണല്ലോ. എന്നാലും അപ്പോൾ ദീപം നമ്മളോട് പറഞ്ഞത് നുണയാണോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ദീപം അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ വന്നത് കൊണ്ടാണല്ലോ ദീപു നമ്മളോട് കുറേ പണമൊക്കെ ചോദിച്ചത്. എൻ്റെ രഞ്ജിതേ, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ, ആ ദീപു മഹാകള്ളനാണെന്ന്. നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി, നമ്മളെ നിന്ന് പൈസ തട്ടാൻ വേണ്ടിയുള്ള പണിയായിരുന്നു അവന്. അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല, അവനെ നമുക്ക് കസ്റ്റഡിയിൽ എടുക്കണമെന്നും പറയുകയാണ്. ഇനി അവൻ്റെ കള്ളത്തരം നമ്മളുടെ അടുത്ത് നടക്കാനായിട്ട് പാടില്ല. അവൻ നമ്മളോട് ഇനിയും പണം ചോദിച്ച് വരുമല്ലോ, അപ്പം നമുക്ക് പിടിക്കാമെന്ന് രഞ്ജിത പറയുകയാണ്. പക്ഷേ ഇനിയൊരു പക്ഷേ ഈ വിശ്വത്തിൻ്റെ അടുത്തേക്ക് അനിരുദ്ധ ചെന്നിട്ടില്ലായിരുന്നെങ്കിലോ? ഇനി സുമിത്ര കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അനിരുദ്ധിനെ നമുക്ക് കണ്ടെത്തണം. ഇനിയിപ്പോൾ അനിരുദ്ധിനെ കണ്ടെത്തിയില്ലെങ്കിൽ, അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കണ്ടെത്തിയിരിക്കും. അല്ലെങ്കിൽ ആകെ പണി പാളുമെന്നും ഈ രഞ്ജിത പറയുകയാണ്. അതെ, പണി പാളും. അനിരുദ്ധ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുമിത്രയുടെ കൂടെ കട്ടക്ക് നിൽക്കും. അങ്ങനെ കട്ടക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും പിന്നെ താറുമാറായി പോകും രഞ്ജിതേ. അതുറപ്പുള്ള കാര്യം തന്നെയാണ് രഞ്ജിതേ. നിങ്ങളൊന്ന് വായെടുത്തൊന്ന് മിണ്ടാതിരിക്കേ. ഞാനൊന്ന് എനിക്കെന്താ വേണ്ടതെന്ന് കറക്റ്റായിട്ട് തന്നെ അറിയാം. നീ അതിൽ കൂടുതൽ കയറി ഇടപെടാനായിട്ട് നിൽക്കണ്ടായിരുന്നു രഞ്ജിത. ഈ ഇയാളെ വായ അടപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഓ, ഇപ്പം നമ്മൾ കുറ്റക്കാരായി. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നല്ലൊരു കാര്യം ചെയ്തു കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മളെല്ലാവരും കൈ ഒഴിക്കും. അതാണല്ലോ ഇവിടുത്തെ സ്വഭാവം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ദീപുവിനെ ഈ പരമശിവൻ വിളിക്കുകയാണ്. ദീപു, നീ എന്നോട് പൈസ തരാമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ല. ഇനി നിൻ്റെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കണോ ഞാൻ? വേണ്ടെങ്കിൽ പൈസ എനിക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ. പരമശിവൻ, ഞാൻ പറഞ്ഞല്ലോ പൈസ തരാമെന്ന്. നീ പൈസ തരും എന്ന് പറയാനല്ലാതെ നീ പൈസ ഇങ്ങോട്ട് കൊണ്ടൊന്നും തരുന്നില്ലല്ലോ ദീപു. എന്താ, ഞാൻ അങ്ങോട്ട് വരണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് വരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, നിങ്ങളൊരു സ്ഥലം പറഞ്ഞാൽ മതി, ആ സ്ഥലത്തേക്ക് ഞാൻ വന്നോളാം. അങ്ങനെ വേണം. മേടിച്ച് പൈസ കറക്റ്റ് സമയത്ത് തരണം ദീപു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദ്യം പറച്ചിലൊക്കെ ഉണ്ടാകും. പിന്നെ വീട്ടിൽ കയറി ആക്രമിക്കേണ്ടിയും വരും. അത് വേണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കൂടുതൽ പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദീപുവിനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിയാണ്. ദീപു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമായി നടക്കുകയാണ്. അപ്പോൾ ചിത്ര വന്നിട്ട് എന്താ ദീപുവായിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ ഓരോരോ ജോലികൾ അന്വേഷിക്കുകയാണ്. എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ, വരുമാനം വേണമല്ലോ, നമുക്ക് ഒരുപാട് കടങ്ങളും ബാധ്യതയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തീർക്കണമല്ലോ. അതെല്ലാം തീർക്കാൻ വേണ്ടി ഞാനൊരു ജോലി അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ എവിടെ നിന്നും കിട്ടണില്ല ചിത്രേ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. എന്തിനാ ദീപട്ടെ ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നത്? മോനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, പിന്നെ കടങ്ങളുടെ കാര്യം അത് നമുക്ക് പതുക്കെ വീട്ടാം. ഇപ്പോൾ തൽക്കാലം പലരെ നമ്മൾ പിടിച്ചു നിർത്തിയേക്കണാണല്ലോ. അങ്ങനെ സമാധാനിക്കാം എന്നൊക്കെ പറഞ്ഞ് ചിത്ര കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ ചിത്ര പറയാണ്, ദീപോട്ടെ പച്ചക്കറി സാധനങ്ങളൊന്നും ഇല്ല, ഞാൻ ഏതായാലും പോയി മാർക്കറ്റിൽ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിത്രേ, നിൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ചിത്രേ മാർക്കറ്റിൽ പോകാനായിട്ട്? ഉള്ളതുകൊണ്ട് നമുക്ക് പോകാം. ഏതായാലും കുറച്ച് പൈസ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇപ്പം സാധനങ്ങൾ മേടിച്ചില്ലെങ്കിൽ എങ്ങനെയാണ്? പിന്നെ മോനാണെങ്കിൽ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാൻ ദീപോട്ടാ. എങ്കിൽ പിന്നെ നീ മാർക്കറ്റിലേക്ക് പോയിക്കോ ചിത്രയെന്നും പറഞ്ഞുകൊണ്ട് ചിത്രയെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ദീപു ആണെങ്കിൽ എങ്ങനെയെങ്കിലും പരമശിവത്തിനെ കണ്ടിട്ട് പൈസ ഏൽപ്പിക്കണമല്ലോ, അതും ചിന്തിച്ചാണ് നമ്മുടെ ദീപു നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ പൂജയാണെങ്കിൽ ഭയങ്കര സുന്ദരിയായിട്ടൊക്കെ ഓഫീസിൽ പോകാൻ തയ്യാറെടുത്തൊക്കെ നിങ്ങൾ നിൽക്കുകയാണ്. ഇപ്പോൾ സുമിത്രയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ പൂജയാണെങ്കിൽ എന്താ അമ്മ എന്തിനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? എന്നാലും അനന്യയെ അമ്പലത്തിൽ വെച്ച് കാണാൻ ഇടയായില്ലല്ലോ, അവളവിടെ വന്നിട്ടും ഒന്ന് കാണാനായിട്ട് പറ്റില്ലല്ലോ. അതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുകയാണ്.
എന്തിനാണെന്നേ സങ്കടം? അനന്യ ചേച്ചി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ഏതെങ്കിലും വിധേന കണ്ടെത്തുക തന്നെ ചെയ്യും. ചേച്ചിയെ കാണാതെ പോകോ? അമ്മ ഇത്രയും പ്രാർത്ഥിക്കുന്നില്ലേ? അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയുടെ ദൈവങ്ങൾ അമ്മയെ കൈവിടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ അമ്മേ. നമുക്ക് എങ്ങനെയെങ്കിലും ചേച്ചിയെ കണ്ടെത്താം. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആരോഗ്യത്തിന് വങ്കൊന്നും വരുത്താണ്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ പിന്നെ കണ്ടെത്തും. നിനക്ക് ഭാഗ്യമില്ല സുമിത്രേ. എത്ര പ്രാവശ്യം ഞാൻ അനന്യയെ കണ്ടു, പക്ഷെ നിനക്ക് കാണാനായിട്ട് പറ്റിയോ? ഞാൻ അന്നും നിന്നോട് പറഞ്ഞതാണ് ഞാൻ അനന്യയെ കണ്ടുവെന്ന്. എന്നിട്ട് നീ അത് വിശ്വസിച്ചില്ല. ഇപ്പതേ അമ്പലത്തിലും വെച്ച് കണ്ടു. ഞാൻ അവളോട് സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് നിന്നെ വിളിച്ച് കാണിച്ചു തന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ അവളുടെ പാട്ടിനെ നോക്കിപ്പോയി. ഇപ്പം എന്തായി? അതുകൊണ്ടാ പറഞ്ഞത് നിനക്ക് ഭാഗ്യമില്ല സുമിത്ര എന്നൊക്കെ. സുമിത്രയ്ക്ക് അത് കഴിഞ്ഞപ്പോഴേക്കും സങ്കടം തോന്നിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂജയാണെങ്കിൽ അച്ഛമ്മ ഒന്ന് വായടക്കി മിണ്ടാതിരിക്കേ. ഏതായാലും അമ്മ തന്നെയല്ലേ ശീതളച്ചിയും കണ്ടെത്തിയത്, അതേപോലെ തന്നെ മറ്റുള്ള മക്കളെയും കണ്ടെത്തും, മരുമകളെയും കണ്ടെത്തും. അതിൽ അച്ഛമ്മ കയറി കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കണ്ട. അല്ലെങ്കിലും അച്ഛമ്മയ്ക്ക് കൂടുതൽ ഇടപെട്ട് കുളം കലക്കുന്ന സ്വഭാവമാണല്ലോ. അതങ്ങോട്ട് നിർത്തിയേ അച്ഛമ്മേ. അയ്യോ, ഞാനൊന്നും പറയുന്നില്ല. അല്ല, നീ ഇപ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടൊക്കെയാണല്ലോ പോകുന്നത്. ഇന്നും നിന്നെ കൊണ്ടുപോകാനായിട്ട് ആരും വന്നില്ലേ? അല്ല, അച്ഛമ്മക്ക് എന്താ എന്നെ കൊണ്ടുപോകാൻ ആൾക്കാർ വന്നത് നിർബന്ധമാണോ? ഓ, എനിക്കൊരു നിർബന്ധമില്ലേ? അല്ല, ഇപ്പം രണ്ടുപേരും ക്യൂ നിൽക്കുകയാണല്ലോ. രണ്ടുപേരും? ആ, അതേ, രണ്ടുപേര് തന്നെ. ഒന്ന് ആ പങ്കജ്, പിന്നെ ഒന്ന് അപ്പു. അവർ രണ്ടുപേരും ആണല്ലോ നിന്റെ പിന്നാലെ നടക്കുന്നത്. പക്ഷേ പൂജേ, ഞാനൊരു കാര്യം നിന്നോട് ഉറപ്പിച്ചു പറയട്ടെ. നിനക്ക് ഒരാളോട് മാത്രമാണ് പ്രണയം. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും നിന്നോട് ഭയങ്കര പ്രണയമാണ് പൂജേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് പൂജ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അച്ഛമ്മ ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ആലോചിച്ച്. അപ്പം സുമിത്ര, അമ്മേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങളൊന്നും മോളോട് പറയരുതെന്ന്. ഞാൻ അനാവശ്യമായ കാര്യങ്ങളൊന്നും അല്ലല്ലോ പറഞ്ഞത്. അവൾക്കൊരാളോട് പ്രണയമാണ്, അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതാരാണെന്നാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ മറ്റു രണ്ടുപേർക്കും ഇവളോടും പ്രണയം തന്നെയാണ്. വേണ്ട, ഇനി പ്രണയം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. ഒന്നും മിണ്ടാതിരിക്കുക. മോളെ പൂജയെ, നീ സമയം കളയാൻ നിൽക്കണ്ട, നീ പോകാനായിട്ട് നോക്ക്. അങ്ങനെ പൂജ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഞാൻ പറയുന്നത് ആരും ഒന്നും വായിക്കെടുക്കില്ല. ലാസ്റ്റ് കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യമെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ എല്ലാവരും അത് വിശ്വസിച്ചാൽ മതി എന്നും പറഞ്ഞ് സരസ്വതി അമ്മ അവിടെ കിടന്ന് ഗുണാന്നിങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് നമ്മുടെ ദീപു എങ്ങനെയെങ്കിലും പരമശിവത്തെ കാണാനായിട്ട് പോകണമല്ലോ. അപ്പോൾ പരമശിവത്തിനെ കാണാനായിട്ട് പോയി പൈസയും ആകെ 3 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയുള്ളൂ. ആ 3 ലക്ഷം രൂപയും പരമശിവത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? കുറച്ച് പൈസ മാറ്റി വെക്കണോ? വേണ്ട. ഇനി പൈസ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വീണ്ടും വീട്ടിലേക്ക് വരും. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നവും. അതുകൊണ്ട് പൈസ ഏതായാലും മാറ്റി വെക്കണ്ട, അയാൾക്ക് അങ്ങോട്ട് ഫുള്ളും കൊടുത്തേക്കാം എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ദീപു ആ പൈസയായിട്ട് പോവുകയാണ്. ആ പൈസയായിട്ട് അപ്പോൾ പരമശിവൻ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരണമെന്നും പരമശിവൻ പറയണം. അപ്പോൾ പരമശിവത്തിൻ്റെ കൂടെ കുറേ ഗുണ്ടകളും ഉണ്ടല്ലോ. അപ്പോൾ ഗുണ്ടകളും ഇങ്ങനെ കാവ നിൽക്കുകയാണ്. അപ്പോൾ ദീപു അങ്ങോട്ട് ചെല്ലുകയാണ്. കറക്റ്റ് സമയത്ത് തന്നെ എത്തിയല്ലോ ദീപു. ഇനിയിപ്പോൾ ദീപു എൻ്റെ പൈസ ഇങ്ങോട്ട് തന്നേക്ക്. ഏതായാലും എന്നെ വീട് വരെ നീ എത്തിച്ചില്ലല്ലോ, അതന്നെ മഹാഭാഗ്യം. പിന്നെ പരമശിവം, എനിക്ക് കുറച്ച് പൈസ കിട്ടിയുള്ളൂ, ഒരു 3 ലക്ഷം രൂപ കിട്ടിയുള്ളൂ. 3 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം ഇത് കുറവാണ്. പക്ഷേ എന്നാലും നീ ബാക്കി പെട്ടെന്ന് തന്നെ എത്തിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവില്ലേ പരമശിവം? നിങ്ങൾ എന്തിനാണ് ഞങ്ങളിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അതിന് മാത്രം എന്ത് തെറ്റ് ഞങ്ങൾ ചെയ്തു? തെറ്റ് ചെയ്തു എന്നോ? നീ തെറ്റ് മാത്രം ചെയ്തിട്ടില്ല ദീപു. നീയോ പൈസ ചോദിക്കാൻ നേരത്ത് നിനക്ക് ഞാൻ പൈസ എടുത്ത് തരുന്നുണ്ടല്ലോ. അതുതന്നെയല്ലേ നീ ചെയ്യണ ഏറ്റവും വലിയ തെറ്റ്. നീ പൈസ ചോദിക്കുന്നു, ഞാൻ പൈസ എടുത്ത് തരുന്നു, നീ എനിക്ക് ആ പൈസ തരാതിരിക്കുന്നു. അതൊക്കെ നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നീ ആ പൈസ ഇങ്ങനെ എടുത്തേ. നിങ്ങൾക്കും ഇതേപോലെ ഒരു അനുഭവം വരും പരമശിവം. നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ശരി, ഞാൻ അനുഭവിച്ചോളാം. ഇനിയിപ്പോൾ നീ കൂടുതൽ ഡയലോഗ് നടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ആ പൈസ ഇങ്ങോട്ട് എടുക്കാൻ നോക്ക് ദീപു. അങ്ങനെ പൈസ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചിത്ര ആ വഴി വരുന്നത്. മാർക്കറ്റിൽ പോയിട്ട് ചിത്ര ആ വഴി വരികയാണ്. പെട്ടെന്ന് ദീപോട്ടനല്ലേ എന്നൊക്കെ ചിന്തിച്ച് ഇതെന്താ ദീപോട്ടൻ ഇയാളോട് സംസാരിക്കുന്നത്? അപ്പോൾ ഈ
ചിത്ര മറഞ്ഞിരുന്ന് ഇത് കാണുകയാണ്. മറഞ്ഞിരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷങ്ങൾ എടുത്തല്ലേ പരമശിവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഇത് കണ്ട ചിത്ര ആകെ ഞെട്ടിത്തരച്ചൊരവസ്ഥയിൽ നിന്ന് നോക്കിയാണ്. ദൈവമേ, ദീപേട്ടന് എന്തിനാണ് ഇയാളുടെ ഇത്രയും പൈസ കൊടുക്കുന്നത്? അതിൻ്റെ കാര്യം എന്താണ്? അപ്പം എന്തൊക്കെയോ കള്ളക്കളിയുണ്ട്. അപ്പോൾ പരമശിവൻ വീട്ടിൽ വന്നത് അത് വെറുതെയല്ല, കാര്യമുണ്ടായിട്ട് തന്നെയാണ്. എന്തായാലും ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പോൾ ദീപു അറിയാതെ തന്നെ പെട്ടെന്ന് തന്നെ ചിത്ര വീട്ടിലേക്ക് എത്തുകയാണ്. പരമശിവമാണെങ്കിൽ അടുത്ത പൈസ പെട്ടെന്ന് തന്നെ എത്തിച്ചോളണം, ഞാൻ കാത്തിരിക്കും. ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ ഈ പരമശിവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം നിനക്ക് അറിയാമല്ലോ ദീപു, ഞാൻ എത്തിച്ചോളാം പരമശിവം എന്ന് പറഞ്ഞുകൊണ്ട് ദീപ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ചിത്രയാണെങ്കിൽ ആകെ കലി കൊണ്ട് ഒരവസ്ഥയിൽ ആ വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ദീപുവിൻ്റെ കയറി വരുന്നത്. അപ്പോൾ ദീപു ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ ചിത്രയാണെങ്കിൽ കണ്ണും മിഴിച്ച് ഇങ്ങനെ ദീപുവിനെ തന്നെ നോക്കുകയാണ്. അപ്പോൾ ദീപുവിന് വല്ലാത്തൊരു പന്തികേട്. അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ദീപുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ ഇനി എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.